നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പുതുതായിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുള്ള ചട്ടികളുണ്ട്. ഇത് മൺചട്ടികൾ. ഇപ്പോഴധികം പേരും ഡെയിലി കുക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ മൺകലങ്ങൾ അധികം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു മണ്ണിൻ്റെ ചീനച്ചട്ടി വാങ്ങിച്ചിട്ടുണ്ട്. കാതോട് കൂടി ഉള്ള ചീനച്ചട്ടി കേട്ടോ ഇത്. ഈ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിട്ട് തോന്നി. കുറേ കാലമായി ഞാൻ ഇങ്ങനെ ഒരു ചീനച്ചട്ടി വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ. ചിലരൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ ഹാൻഡിൽ പോവുകയാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ഇനി ഇത് വെള്ളപ്പച്ചട്ടിയാണ്. വെള്ളപ്പം അല്ലെങ്കിൽ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചട്ടിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അടപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഇങ്ങനെ ഒരു ചട്ടിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് വെള്ളപ്പം അല്ലെങ്കിൽ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. മീനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. 2 ഹാൻഡിലുണ്ട് ഇതിന്. അത്യാവശ്യം കുറച്ച് കുഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. എണ്ണയൊന്നും ഒരുപാട് തെറിച്ച് പോകുന്ന പേടിക്കും വേണ്ട. രണ്ടിനും കൂടെ കറക്റ്റായിട്ടാണ് ഞാൻ ഈ ലിഡും വാങ്ങിച്ചിട്ടുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ചട്ടികളൊക്കെ കണ്ടില്ലേ. ഇനി ഈ ചട്ടികൾ എങ്ങനെ മയക്കിയെടുക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിന് മുൻപ് ഞാൻ മൺകലങ്ങളൊക്കെ മയക്കിയെടുക്കുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ 3 പാത്രങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇത് എണ്ണ കൂടുതൽ ഒഴിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഇതാണെങ്കിൽ ചീനച്ചട്ടി ആണെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടോ ഞാൻ ഇത് മയക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വെള്ളപ്പച്ചട്ടി ആണെങ്കിലും എണ്ണയിൽ വേണം മയക്കിയെടുക്കാൻ. പിന്നെ നമ്മുടെ മീൻ പൊരിക്കാനുള്ള ചട്ടി ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെ മണ്ണിൻ്റെ പാലപ്പച്ചട്ടിയും മീൻ ഫ്രൈ ചെയ്യാനുള്ള ചട്ടിയും ചീനച്ചട്ടിയൊക്കെ മയക്കിയെടുക്കുക എന്നുള്ളതാണ്. ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബേസിന് നേരെ തന്നെ നമുക്ക് വെള്ളം എടുക്കാം. നമ്മുടെ ഈ മൺചട്ടികളൊക്കെ മയക്കിയെടുക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്, ഇത് നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടത്. ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വയ്ക്കാം. കുറഞ്ഞത് ഒരു 5-6 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഓരോ ചട്ടിയായിട്ട് വെള്ളത്തിലോട്ട് മാറ്റണം. ഈ 2 ചട്ടിയും നമുക്ക് ഈ വെള്ളത്തിൽ വയ്ക്കാം. നമ്മുടെ ചീനച്ചട്ടി ഇതിലിരിക്കുന്നു തോന്നുന്നില്ല, വേറൊരു പാത്രത്തിലോട്ട് മാറ്റേണ്ടി വരും. ഇനി ഞാനിത് നിറയെ വെള്ളം ഒഴിച്ച് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചട്ടികളൊക്കെ ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഒരു 6 മണിക്കൂറിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഫ്രണ്ട്സ്, അങ്ങനെ 6-7 മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ള നമ്മുടെ മൺചട്ടികളാണിത്. ഞങ്ങൾ 3 ചട്ടികൾ ഞാൻ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് ഞാൻ കഞ്ഞിവെള്ളം ഒഴിക്കുകയാണ്. കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് തിളപ്പിച്ചെടുക്കുന്നത്. 3 ചട്ടിയിൽ നമുക്ക് കഞ്ഞിവെള്ളം ഒഴിക്കാം. 4-5 തവണയായിട്ട് ഇങ്ങനെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം ഒഴിക്കുകയാണ്. ഇനി ഇത് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇനി ഈ കഞ്ഞിവെള്ളം ഇപ്പോൾ കളയരുത്, നാളെ ഈ കഞ്ഞിവെള്ളം കളഞ്ഞിട്ട് വീണ്ടും അടുത്ത ബഞ്ച് കഞ്ഞിവെള്ളം ഒഴിക്കണം. ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്ത് വയ്ക്കുക. ഇത് തിളച്ച് വരട്ടെ. ഫ്രണ്ട്സ്, നമ്മുടെ ചട്ടികളിലെ കഞ്ഞിവെള്ളം തിളച്ച് വരുന്നുണ്ട്. എല്ലാ ചട്ടിയിലെയും കഞ്ഞിവെള്ളം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇത് ഇരുന്നിട്ട് തണുത്ത് വരട്ടെ. ഇത് ഇനി ഒഴിവാക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നാളെ ചോറുണ്ടാക്കുമ്പോൾ ആ കഞ്ഞിവെള്ളം എടുത്തിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കണം. ഈ കഞ്ഞിവെള്ളം അപ്പോഴേക്കും കട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കഞ്ഞിവെള്ളം കളയണം. അതിനുശേഷം നമ്മുടെ ചട്ടിയൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കാം. പിന്നെ വീണ്ടും കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമുക്കൊരു 3-4 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. എന്നാലുള്ളൂ നമ്മുടെ ചട്ടി നന്നായിട്ട് മയങ്ങി വരിക. ഫ്രണ്ട്സ്, 4ാമത്തെ ദിവസം ഞാൻ ഒഴിച്ച കഞ്ഞിവെള്ളം ഇട്ടത് നല്ല കട്ടിയായി വന്നത് കണ്ടോ. ഇനി ഈ കഞ്ഞിവെള്ളം നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് മാറ്റണം. അതിനുശേഷം ചട്ടി നന്നായി കഴുകി വൃത്തിയാക്കി വീണ്ടും കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കഞ്ഞിവെള്ളം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണേ. ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഈ പാനുകളൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കണം. ഫ്രണ്ട്സ്, നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുള്ള നമ്മുടെ ചട്ടികളാണിത്. 5 ദിവസം ഞാൻ ഇതിലോട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തതാണ്. ഈ 3 ചട്ടികൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് കൂടെ മയക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഏത് എണ്ണയാണുള്ളതെങ്കിലും ഉപയോഗിക്കാം കേട്ടോ.
വെളിച്ചെണ്ണ ഉപയോഗിക്കാം, പാം ഓയിൽ ഉപയോഗിക്കാം, സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. ഏത് ഓയിലാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി ഓയിലാട്ടോ. ഇത് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ ബാക്കിയൊന്നും ഓയിലാണ്. ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴോ നമ്മൾ വീട്ടിലെന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ആ ഓയിൽ ഇങ്ങനെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഓയിൽ ഓരോ പാനിലായിട്ട് ഒഴിക്കാം. ഏകദേശം ഒരു കപ്പ് വീതം ഓയിൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്തായാലും ഈ ഓയിൽ നമുക്ക് റീയൂസ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോഴേ ചട്ടി നന്നായിട്ട് മയക്കിയെടുക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമുക്ക് ഈ ഓയിൽ ഉപയോഗിക്കാം. വേണമെങ്കിൽ ഈ ചട്ടി നമുക്ക് നിറച്ച് തന്നെ ഓയിൽ ഒഴിച്ചു വയ്ക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, പിന്നെ ഇത് വേസ്റ്റായി കളയേണ്ടി വരും. എന്തായാലും ഈ ഓയിൽ വേസ്റ്റാണ്, അത് വേറെ കാര്യം. ഇനി നമുക്ക് പാൻ ഓണാക്കി വയ്ക്കാം. നമുക്ക് ഈ പാനുകൾ നന്നായിട്ടൊന്ന് ചുഴറ്റിയെടുക്കുകയൂടെ ചെയ്യാം. എണ്ണ എല്ലാ സൈഡിലും ഒന്ന് ആവട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. എല്ലാ സൈഡിലും ഒന്ന് ചുഴറ്റി വയ്ക്കാം. ഗ്യാസ് ഓൺ ചെയ്യുന്നതിൻ്റെ മുമ്പായിരുന്നെങ്കിൽ അധികം ചൂടാവില്ലായിരുന്നു. ഇതുപോലെ എല്ലാ പാനുകളും നമുക്ക് ചുഴറ്റി വയ്ക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഓരോ പാനും തിളച്ച് വരട്ടെ എണ്ണ. ഏകദേശം ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ കിടന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ പാൻ കുറച്ച് കട്ടി കുറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തന്നെ തിളച്ച് വന്നത്. ഈ 2 പാനും തിളച്ച് വരുന്നേ ഉള്ളൂ. നമ്മൾ കഞ്ഞിവെള്ളം തിളപ്പിച്ചെടുത്ത പോലെ 4-5 ദിവസം മിനിമം എണ്ണ വെച്ചിട്ടും തിളപ്പിച്ചെടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ ഈ പാന് എണ്ണ നന്നായിട്ട് കുടിക്കുക. അങ്ങനെയാകുമ്പോൾ നന്നായിട്ട് തന്നെ എണ്ണയിൽ മയങ്ങി വരികയും ചെയ്യും. പിന്നെ കഞ്ഞിവെള്ളം നമ്മൾ ഒഴിവാക്കിയതുപോലെ എണ്ണ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് 1 മിനിറ്റ് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക്. അതിനുശേഷം ഈ എണ്ണ ഈ പാനിൽ തന്നെ ഇരിക്കട്ടെ. നാളെ ഇതേപോലെ തന്നെ എടുത്തിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കുക വേണ്ടത്. ഇങ്ങനെ ഒരു 4-5 ദിവസം കുറഞ്ഞത് വെക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ നമ്മുടെ പാന് നന്നായിട്ട് എണ്ണ കുടിച്ചിട്ട് മയങ്ങി വരിക. 5 ദിവസം ഞാൻ എണ്ണയൊക്കെ തേച്ചിട്ട് തിളപ്പിച്ചെടുത്ത് നമ്മുടെ ചട്ടി കേട്ടോ. ഇത് എണ്ണയൊക്കെ അങ്ങ് കുറുകി നല്ല കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ 3 ചട്ടികളും കേട്ടോ ഇത്. അപ്പോൾ ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മീൻ ചട്ടിയാണ്. ഇനി ഈ ചട്ടിയിലെ എണ്ണ നമുക്ക് ഒഴിവാക്കാം. ഈ എണ്ണ ഒഴിവാക്കുക, വേറൊരു ചട്ടിയിലോട്ട് ഞാൻ ഒഴിച്ചു വയ്ക്കുകയാണ്. ഇനി ഈ ചട്ടി ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് മീൻ ഫ്രൈ ചെയ്ത് നോക്കാം. ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ചട്ടിയാണ്. സോപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ ഒരു സോഫ്റ്റ് സ്ക്രബ് കൊണ്ട് കേട്ടോ നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. നമ്മുടെ ചട്ടി ചൂടായി വരട്ടെ. നമുക്ക് ഈ 2 ചട്ടികൾ മാറ്റി വയ്ക്കാമായിരുന്നു. നമ്മൾ മീനല്ലേ ഫ്രൈ ചെയ്യുന്നത്. ഇനി ഈ എണ്ണയിലോട്ട് മീനിൻ്റെ ഒന്നും തെറിക്കണ്ട. ഇപ്പോൾ നമ്മുടെ പാന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ കുറച്ച് എണ്ണയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുറച്ച് എണ്ണയൊക്കെ വരും നമ്മുടെ പാന് ചൂടായി വരുമ്പോൾ. അതുപോലെ ചില സമയത്ത് സൈഡിലൂടെ കണ്ടോ, ഇതിലൂടെ ചെറുതായിട്ട് ബബിൾസ് പോലെ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരും കേട്ടോ. നന്നായിട്ട് എണ്ണ യൂസ് ചെയ്യുന്ന പാനായതുകൊണ്ടാണ് ഇങ്ങനെ. ഇനി ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഏത് എണ്ണ വേണേലും യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ. മീൻ ഫ്രൈ ചെയ്യാൻ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത മീനിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. നമ്മുടെ എണ്ണ കൂടെ ഒന്ന് ചൂടായി വരട്ടെ. മാരിനേറ്റ് ചെയ്തിട്ടുള്ള മീനിനെ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ മീൻ എന്തായെന്ന് നോക്കാം. നമുക്കൊന്ന് തിരിച്ചിടാം അല്ലേ. 5 മിനിറ്റിന് ശേഷത്തത് ശരിക്കും കിട്ടുന്നുണ്ട് കേട്ടോ. പാനിൽ നിന്ന് അടി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് സൺഫ്ലവർ ഓയിലായിരുന്നല്ലോ ഇത് സീസൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ 2 എണ്ണയും കൂടെ മിക്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പതഞ്ഞ് വരുന്നത്. മിക്സഡ് ഓയിലാകുമ്പോൾ ഇങ്ങനെ പതഞ്ഞ് വരും. നമ്മുടെ മീനൊന്നും അടിയിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. വീണ്ടും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ മീൻ ഞാൻ അടച്ചു വെച്ചിട്ട് ഫ്രൈ ചെയ്യാറ്. അടച്ചു വെച്ച് ഫ്രൈ ചെയ്യാനുള്ള 2 കാരണമുണ്ട്. ഒന്ന് അടച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി വരും നമ്മുടെ മീൻ. അപ്പോൾ ഒരുപാട് ഫ്രൈ ആയി കിട്ടണ്ടെന്നുള്ളവർക്ക് ഈ ആവിയിൽ കടന്ന് കുക്കായിട്ടുള്ള മീൻ എടുക്കാം. പിന്നെ രണ്ടാമത്തേത് നമ്മൾ മീൻ തുറന്ന് വെച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ മുഴുവനായിട്ട് എണ്ണ ഈ ഗ്യാസിൻ്റെ ചുറ്റിനും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വൃത്തികേടും ഉണ്ടാവില്ല. അങ്ങനെ 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അടച്ചു വെക്കുന്നത്. നമ്മുടെ ഫിഷ് ഫ്രൈ എന്തായെന്ന് നോക്കാം. ഫ്രൈ വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഒരു നോൺ സ്റ്റിക്കിൻ്റെ പോലെ തന്നെ ആയിട്ടുണ്ട് നമ്മുടെ പാന്. അടി പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. സാധാരണ നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്തെടുക്കുമ്പോൾ നോൺ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. നമ്മുടെ ഫിഷ് ഫ്രൈയുടെ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. കണ്ടോ, നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്.
അതിന് ഫ്രണ്ട്സ് നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചട്ടിയാണ്. വെള്ളപ്പം അല്ലെങ്കിൽ പാലപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ചട്ടി ഇട്ടത്. ചട്ടി ഞാൻ ഗ്യാസിൻ്റെ മുകളിൽ വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വയ്ക്കാം. നമ്മുടെ ചട്ടിയിൽ നിന്ന് എണ്ണയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മളിത് ഒരാഴ്ചയോളം എണ്ണയിൽ വെച്ചതല്ലേ, അപ്പോൾ എണ്ണയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു ടിഷ്യൂ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഗ്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന തുണി ഉപയോഗിച്ചിട്ടോ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. ഇനി സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത്രയും എണ്ണയൊന്നും ഇറങ്ങി വരില്ല. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. നമുക്കിതിലോട്ട് ബാറ്റർ ഒഴിക്കാം. അപ്പം ആയതുകൊണ്ട് ഒന്ന് ചുഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ അപ്പം എന്തായാലും നോക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. സെൻറ്റർ കുക്കായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇത് പാനിൽ നിന്ന് കിട്ടുമെന്നും കൂടെ നോക്കാം. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ പാലപ്പം. ഇതുപോലെ നമുക്ക് അടുത്ത അപ്പം റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ പാനൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് ബാറ്റർ ഒഴിക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പച്ചട്ടിയും സക്സസ് ആണ്. നമ്മുടെ രണ്ടാമത്തെ അപ്പം എന്തായാലും നോക്കാം. ഈ അപ്പം കുക്കായിട്ടുണ്ട് കേട്ടോ. സൈഡൊക്കെ കുറച്ച് ക്രിസ്പി ആയിട്ടുണ്ട്. മീറ്റിൽ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ചട്ടിയിൽ നിന്ന് എടുക്കാം. നമ്മുടെ രണ്ടാമത്തെ അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചീനച്ചട്ടിയാണ്. അടുത്തതായിട്ട് ചീനച്ചട്ടിയൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ചീനച്ചട്ടിയാണ്, മണ്ണിൻ്റെ ചീനച്ചട്ടി. ഞാനിനി ഗ്യാസ് ഓൺ ചെയ്യുന്നു. നമ്മുടെ ഈ ചട്ടി നന്നായിട്ട് ചൂടായി വരട്ടെ. നമ്മുടെ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ പാനിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. 1 കപ്പോളം വെളിച്ചെണ്ണ ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഓൾറെഡി ഈ പാന് നന്നായിട്ട് എണ്ണ കുടിച്ച് വന്നതല്ലേ. ഇനി നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണ ചൂടായോ എന്ന് നോക്കാം. നമുക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ബോണ്ടകൾ ചൂടായ എണ്ണയിലോട്ട് മാറ്റാം. ഒരു സമയം ഒരു 2 or 3 ബോണ്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ മനസ്സിലായില്ലേ, ഒരു ലീക്കേജോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ മണ്ണിൻ്റെ ചീനച്ചട്ടി നമ്മൾ മാറ്റിയെടുത്തതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മയങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഫ്രൈ ചെയ്യാൻ പോലും പറ്റുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കറക്റ്റ് ഒരാഴ്ച എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയെടുത്ത ചട്ടി കേട്ടോ ഇത്. നമ്മുടെ ബോണ്ട ഫ്രൈ ആയി വരട്ടെ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബഞ്ച് മസാല ബോണ്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈസി ആയിട്ട് തന്നെ അടിയിലൊന്നും പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബോണ്ട. ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ചക്കക്കുരു കൊണ്ടുള്ള മസാല ബോണ്ടയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മയക്കി എടുത്തിട്ടുള്ള 3 തരം മൺചട്ടികൾ നിങ്ങൾ കണ്ടില്ലേ. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നല്ല അടിപൊളി റെസിപ്പികളും വ്ളോഗ്സും ടിപ്സും എല്ലാം ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.